ഷെറിൻ്റെ ഒരു ട്രാവൽ ജീവിതത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഇപ്പം എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഞാൻ യാത്രയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ്സും എന്തായാലും കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഒരു നെഗറ്റീവ്സ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യഘട്ടത്തിൽ തരണം ചെയ്തിട്ടുണ്ടാവുക? അത് ഞാൻ പൊതുവെ പണ്ട് തൊട്ടേ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് നോക്കാറില്ല എന്നുള്ളൊരു രീതിയുണ്ട്. ഇപ്പോഴും അന്നും അതെ. നമുക്കിഷ്ടമുള്ള കാര്യം എന്താണോ അതങ്ങ് ചെയ്തു പോകുമ്പോൾ അത് ഇപ്പോൾ പ്രത്യേകിച്ചൊരു സാധാരണക്കാരൻ ഉയർന്നു വരുമ്പോഴാണ് ഏറ്റവും എതിർപ്പുകൾ വരുള്ളൂ. ഇപ്പോൾ നല്ല പൈസയുള്ള അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലൊരാൾ ഇത് ചെയ്യാന്ന് പറയുന്നത് നോർമലാണ്, അവൻ്റെ കാശുണ്ടാകാൻ ചെയ്തോളും. പക്ഷെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾ ഉയർന്നു വരുമ്പോൾ എപ്പോഴും എതിർപ്പുകളും കൂടുതലായിരിക്കും, അടിച്ച് അമർത്തൽ ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ ഇതിപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ആൾക്കാരിലോട്ട് അറിയപ്പെടാനും ഒക്കെ കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു സാധാരണക്കാരൻ ഈ പറയുന്ന കൊച്ചിയിൽ സൈക്കിളോട്ട് കിടന്നൊരു പയ്യൻ അന്റാർട്ടിക്ക വരെ എത്തി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചൊരു ഇൻസ്പിറേഷൻ ആവാൻ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയാൽ ഞാൻ ഹാപ്പിയാണ്. മീൻസ് എന്നെക്കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഉയർന്നു വരാമെന്നുള്ളത് വലിയ പാടാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. കാരണം ഏറ്റവും എതിർപ്പുകൾ നേരിടാൻ പോണത് സാധാരണക്കാരനായിരിക്കും. ഒരു മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഉയർന്നു വരാനായിട്ട് ഭയങ്കര എതിർപ്പ് എപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാനും നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ അന്റാർട്ടിക്ക ആദ്യമായിട്ട് പോകുന്ന ഞാനൊന്നുമല്ല, ഇഷ്ടം പോലെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇഷ്ടം പോലെ മലയാളികൾ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ പോയിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ ബേസ് ഉണ്ട് അന്റാർട്ടിക്കയിൽ, അവിടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അത് ആദ്യമായിട്ട് പോകുന്ന ആളല്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലായത് ഒരു സാധാരണ ഒരു ആൾക്കും ഈ ഒരു യാത്ര പോകാൻ പറ്റും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതെ, ഇപ്പം നമുക്കിപ്പോൾ അവിടേക്ക് പോകാൻ ഇത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പം സാധാരണ നമ്മുടെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു തരണം ചെയ്തത്? എപ്പോഴും നമുക്ക് സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ് യാത്ര ചെയ്യാനായിട്ട്. പലരും പറയും യാത്ര ചെയ്യാൻ കാശ് വേണ്ടെന്നൊക്കെ, പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഒരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ കാശില്ലാണ്ട് ഫുഡ് കിട്ടത്തില്ല. പൈസ വേണം. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ എത്രയുണ്ടോ അതനുസരിച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് രാജ്യങ്ങളൊന്നും പോകാണ്ട് ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ സെലക്റ്റീവായിട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. രണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പണ്ട് പഠിച്ച കുറേ കാര്യങ്ങൾ, കുറേ ഹിസ്റ്റോറിക്കൽ പ്ലേസ്, ഞാൻ ഇതൊക്കെ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര രൂപ ബഡ്ജറ്റ് വരും, നമുക്ക് പറ്റുന്നതാണോ. ഇപ്പോൾ വല്ല US പോകാനോ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലൊക്കെ എനിക്ക് ഇതിന് മുമ്പേ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ചിലപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാകാത്തതുകൊണ്ട് ഞാനത് പോകാണ്ട് വെക്കും. പക്ഷേ ഇത് ഞാൻ കുറേ നാൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാൽ ഒരു 3 വർഷം നമുക്ക് പോകണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ എമൗണ്ടൊക്കെ മനസ്സിലായപ്പോൾ അതിനനുസരിച്ച് മാസം പൈസ കൂട്ടി വെച്ചാണ് നമ്മൾ ഈ ഒരു യാത്ര പോയത്. അപ്പോൾ ഇനി ഇതേപോലത്തെ ഒരു എക്സ്പെൻസ് ട്രിപ്പ് പോകണമെങ്കിൽ കുറച്ച് വർഷങ്ങളെടുക്കും. അത് മാത്രമേ ഉള്ളൂ, പക്ഷേ നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഈ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ എന്ന് ഞാനൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, അത് ശരിയായിരുന്നോ? അങ്ങനെ എന്താണ് അങ്ങനെ ഒരു തോട്ടിലേക്ക് നമ്മളിപ്പം ഇപ്പോൾ ആദ്യമായിട്ട് വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചുരുങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷേ ചേട്ടനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു തീരുമാനം എടുക്കാൻ എന്തായിരുന്നു കാരണം? അല്ല, ഞാൻ ആക്ച്വലി പണ്ട് തൊട്ടേ ട്രാവൽ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നി, എനിക്ക് 20 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ നോർത്ത് ഈസ്റ്റിൽ ട്രെയിൻ കയറി പോയിട്ടൊക്കെ ഉണ്ട്. അവിടെ അരുണാചലിൽ ഒക്കെ അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അന്നൊന്നും വീഡിയോ ഇല്ല. പിന്നീടാണ് വീഡിയോൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ വീഡിയോ ഇട്ട് ചെയ്യാൻ തുടങ്ങി. അന്നൊക്കെ ജസ്റ്റ് എൻ്റെ കയ്യിൽ ക്യാമറയുള്ള മൊബൈൽ ഫോൺ പോലും ഇല്ല. പക്ഷെ അന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടെ ഉള്ളതുകൊണ്ട് അവൻ്റെ ഒരു കുഞ്ഞ ക്യാമറ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നീടാണ് ഈ വീഡിയോൻ്റെ രീതിയിൽ വന്നപ്പോൾ ഞാനത് ഇതേ സെയിം പരിപാടി തന്നെ, ഫോട്ടോ എടുക്കുന്നതിന് പകരം നമ്മളത് വീഡിയോ ഇട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു മേഖലയിട്ടോ. എനിക്ക് ആദ്യം ഏതാണ്ട് ഒരു 4 വർഷത്തോളം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമില്ല. 4 വർഷം വരുമാനം ഇല്ലാണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ അതെൻ്റെ ഒരു പാഷനാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നേ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഫുൾ ടൈമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അന്നുണ്ടായ ജോലിയൊക്കെ രാജിവെച്ച് ഞാൻ ഫുൾ ടൈമായിട്ട് ഇതിനകത്ത് നിന്നു. ജോലി രാജിവെക്കുമ്പോഴും എന്തായാലും ഒരുപാട് ഞാൻ ആ കൊറോണക്ക് മുമ്പാണ് ഈ ജോലിയൊക്കെ കളഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് നിൽക്കണത്. അപ്പോഴാണ് ഈ കൊറോണ വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യും.
അപ്പം അന്നൊക്കെ ഭയങ്കര മെൻ്റലി ഡൗൺ ആയി പോയ സിറ്റുവേഷനായിരുന്നു. പക്ഷേ ആ ഒരു കൊറോണ തന്നെയാണ് നമുക്ക് ഒരു ഗുണകരമായിട്ട് വന്നത്. കാരണം കൊറോണയ്ക്ക് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പയ്യൊരു സൈക്കിളായിട്ട് അങ്ങ് ഇറങ്ങി കൊച്ചിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് കുറച്ച് നമ്മുടെ ചാനലൊക്കെ നന്നായിട്ട് വന്നു. പിന്നെ ഇതുവരെ എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ ഒരു സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോണത്ര നാളും പോകാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പം യൂട്യൂബ് ചാനലിലേക്ക് ഇപ്പോൾ എൻട്രി ചെയ്തു, അപ്പോൾ അത് ആദ്യത്തെ ഈ 4 വർഷം നമുക്ക് ഇൻകം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ കണ്ടന്റ് മാറ്റി നോക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കത് ഇഷ്ടമല്ല. മീൻസ് എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഇല്ല. ഇപ്പോൾ യൂട്യൂബിലോട്ടിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പാഷനായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴാണ് ആൾക്കാരിലോട്ട് കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനും അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാത്ത കാര്യം ചെയ്ത് കൈ പൊള്ളേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വേറെ ഫുഡ് ഉണ്ടാക്കുന്ന ചാനൽ നല്ല വ്യൂസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല. പക്ഷെ അത് മൊത്തം കുളമായി ഉള്ള കാശും പോയി സമയം പോയി ഇരിക്കേണ്ടി വരും. നമുക്ക് എന്താണോ പാഷൻ ആ രീതിയിൽ കണ്ടൻറ്റ് ചെയ്യുക, നമുക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ പാഷൻ അനുസരിച്ച് വേണം നമ്മൾ ചെയ്തു തുടങ്ങാനായിട്ട്. ഇപ്പം എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടാവും? ഞാൻ ആക്ച്വലി ഇപ്പോൾ 16 രാജ്യങ്ങളിൽ പോയിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ട്രാവൽ ചെയ്യാറില്ല. ഇപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ശ്രീലങ്ക എത്തും. ഞാൻ ഇതുവരെ ശ്രീലങ്കയിൽ പോയിട്ടില്ല. പിന്നെ ഏറ്റവും എളുപ്പം പോകുന്ന രാജ്യമാണ് വിയറ്റ്നാം. ഇതൊന്നും ഞാൻ പോയിട്ടില്ല. ഭൂട്ടാൻ പോയിട്ടില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യങ്ങളും ഞാൻ പോയിട്ടില്ല. അതുപോലെ കംബോഡിയ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും പോയിട്ടില്ല. പിന്നെ നേപ്പാൾ പോലും ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇനി പോയിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പോയിട്ടില്ല.